തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുള്ള തസ്മിദിനു വേണ്ടിയുള്ള തിരച്ചിൽ കന്യാകുമാരിയിൽ ഊർജിതമായി തുടരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഈ കുട്ടി യാത്ര ചെയ്ത കന്യാകുമാരി എക്സ്പ്രസ്സിൽ നാഗർകോവിലിൽ വെച്ച് ഈ കുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിച്ച ശേഷം തിരികെ ട്രെയിനിലേക്ക് കയറി പിന്നീട് നേരെ കന്യാകുമാരിയിലേക്ക് തന്നെ പോയി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്ന് പോലീസിന് ചില മൊഴികൾ ലഭിച്ചിരുന്നു. കന്യാകുമാരിയിലെ ഓട്ടോ ഡ്രൈവർമാരാണ് പോലീസിന് മൊഴി നൽകിയത്. വെളുപ്പിന് 5:30 മണിയോടുകൂടി ഇതുപോലൊരു കുട്ടിയെ കണ്ടു എന്ന് 2 ഓട്ടോ ഡ്രൈവർമാർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആ പ്രദേശത്തൊന്നും തന്നെ തസ്മിദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടുകൂടിയാണ് ഈ കുട്ടി മറ്റേതെങ്കിലും സ്റ്റേഷനിൽ കന്യാകുമാരി അല്ലാതെ ഇരണിയൽ, കുഴിത്തുറ, നാഗർകോവിൽ ഈ 3 സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് പരിശോധിച്ചത്. അപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ, നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളിൽ ഈ കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം തിരികെ ട്രെയിനിനുള്ളിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. നാഗർകോവിൽ കഴിഞ്ഞാൽ പിന്നീട് കന്യാകുമാരി മാത്രമാണ് ഈ ട്രെയിന് സ്റ്റോപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പുവരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകിട്ട് 3:30 ഈ തസ്മിദ് കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം ഏതാണ്ട് 10-12 മണിക്കൂറോളം ഈ കുട്ടി അവിടെ കന്യാകുമാരിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഭക്ഷണം പോലും കഴിക്കാനുള്ള സാധ്യത കുറവാണ്. ആകെ 40 രൂപയാണ് ആ കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നത്. അത് ട്രെയിനിനുള്ളിലും ആ 40 രൂപ അതിൻ്റെ കൈവശം തന്നെ ഉണ്ടായിരുന്നു എന്ന് കൂടെ സഞ്ചരിച്ചിരുന്ന യുവതി ബബിത പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം കന്യാകുമാരിയിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാശ് ഈ കുട്ടിയുടെ കയ്യിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആരെങ്കിലും സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സംശയിക്കേണ്ടിയിരിക്കുന്നു. വിജിൻ ചേരുന്നു. വിജിൻ, ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടി 3:30 ഇറങ്ങിയതിന് ശേഷം വെളുപ്പിന് 5:30 ഇതിനെ കണ്ടു എന്ന് പറയുന്നത്. അത്രയും നേരം ഈ കുട്ടി എന്ത് ചെയ്തു? എന്ത് ഭക്ഷണം ഇതിന് കഴിക്കാൻ കിട്ടി? ആരെങ്കിലും ഇതിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? അതുമാത്രവുമല്ല, കന്യാകുമാരിയിൽ ഹിന്ദി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് ആൾക്കാർ വരും. ഒപ്പം തന്നെ ഈ കച്ചവടത്തിനായി വന്നിട്ടുള്ളതിൽ വലിയൊരു ശതമാനവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അല്ലെങ്കിൽ മറ്റ് ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരുപാട് ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് വിജിൻ. എന്തായാലും നിലവിൽ ആശാവഹമായ കാര്യമെന്ന് പറയുന്നത്, നിലവിൽ ഈ കന്യാകുമാരിയിൽ തന്നെ ആണ് കുട്ടി ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ, കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞു. അത് നാഗർകോവിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. മറ്റ് അനുമാനത്തിലേക്ക്, നമുക്ക് പലതരത്തിലുള്ള അനുമാനത്തിലേക്കും പോകാൻ കഴിയും. പക്ഷേ അതിനൊന്നും ഉള്ള ഒരു സ്ഥിരീകരണം നിലവിൽ ലഭിച്ചിട്ടില്ല. ഇനി കണ്ടെത്തേണ്ടത് ഈ കന്യാകുമാരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി എങ്ങോട്ട് ഇറങ്ങി, ഏതെങ്കിലും തരത്തിൽ ട്രെയിനിൽ തന്നെ കയറി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്ന കാര്യം ഈ ഓട്ടോ ഡ്രൈവർമാരാണ് പോലീസിന് മൊഴി നൽകിയത്, അവരോട് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ആ മണിക്കൂറുകളിൽ തന്നെ പോലീസ് നടത്തിയിരുന്നു. ഒരു കാര്യം, ഈ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണോ കാണുന്നത്, അതല്ല ഈ ബീച്ചിന് സമീപം, അതായത് കന്യാകുമാരി ടൂറിസ്റ്റ് സെന്ററിൽ വെച്ചാണോ കാണുന്നത്? ഷമി, ഇത് ഈ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരാണ്. അവരാണ് ആ പുലർച്ചെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഏകദേശം 350ഓളം വരുന്ന ഓട്ടോ ഡ്രൈവർമാരാണ് ആ സ്റ്റേഷൻ പരിസരത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ ഉള്ളത്. അവരുടെ മൊബൈൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇവർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അയച്ചു നൽകിയത്. അതിനുശേഷം ആ ഫോട്ടോ ഉൾപ്പെടെ വെച്ചാണ് ഇവർ ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് അവർ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബീച്ച് റോഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തന്നെയാണ് അവർ ഈ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞിരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള മേഖലകളിൽ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കാൻ പോലീസ് അത്തരം നീക്കം നടത്തിയത്. പക്ഷേ കുറെ കടകളിൽ ഒന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. CCTV ഉണ്ടെങ്കിൽ പോലും അത് റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്നൊരു അവസ്ഥയിലുമല്ല. അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ പോലീസ് നേരിട്ടിരുന്നു. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ CCTVകളും പൂർണ്ണ സജ്ജമല്ല. അതുകൊണ്ട് തന്നെ
അവിടെ നിന്ന് പൂർണ്ണമായി റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും കാണുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് അവിടെ കുട്ടിയെ കണ്ടെത്താൻ കഴിയാതിരുന്നത്. അതിനുശേഷമാണ് നാഗർകോവിലിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാനുള്ള പോലീസ് തീരുമാനം ഉണ്ടായത്. അതിന്റെ ഭാഗമായി RPSന്റെ അനുമതിയോടെയാണ് പോലീസ് ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ കുട്ടി ഈ ഭാഗത്ത് ഉണ്ട് ഇറങ്ങി അതിനുശേഷം അതേ ട്രെയിനിൽ തന്നെ കയറിയിരുന്നു എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിൻ, തീർച്ചയായിട്ടും അന്വേഷണം ഊർജിതമായി തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നത്. ഏതാണ്ട് ഈ കുട്ടി ഇവിടെ ഉണ്ട്, ഇവിടെ എത്തി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരുന്നു. വിജിനാണ് വിവരങ്ങൾ നൽകിയത്.